ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ മാത്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ, ആദ്യത്തെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് ആദ്യമേ വായിച്ചു നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇനി ഇപ്പോഴാണ് നിങ്ങൾ തുറക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ 4 അക്ക സംഖ്യകൾക്കൊപ്പം എന്നുള്ളതാണ് അല്ലെ. വിത്ത് 4 ഡിജിറ്റ് നമ്പേഴ്സ്, 4 അക്കം. 4 അക്കം എന്ന് പറയുമ്പോ നമുക്കറിയാലേ 4 അക്കങ്ങൾ. ഇപ്പോ 1 എന്ന സംഖ്യയിൽ ഒരക്കമേ ഉള്ളൂ. പക്ഷെ 10 എന്ന സംഖ്യയിൽ എത്ര അക്കമുണ്ട്? 2 അക്കമുണ്ട് അല്ലെ. 1 ഉണ്ട് 0 ഉണ്ട്. അത് 100 ആയാലോ 3 അക്കമായി അല്ലെ. അപ്പൊ 4 അക്കം എന്ന് പറയുമ്പോ 4 സംഖ്യകൾ വരുന്ന ഏറ്റവും ചെറുത് ഏതായിരിക്കും? 1000 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി 1000 എന്ന ആ ഒരു സംഖ്യയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി അങ്ങോട്ടുള്ള 1001, 1002 അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും ഒക്കെ നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ വർക്കിന്റെ ആൻസേഴ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നോക്കൂ, നമ്മുടെ സാറ് വാക്സിൻ എടുക്കാൻ പോയ കാര്യം പറഞ്ഞല്ലേ. 99 ആയിരുന്നു സാറിന്റെ ടോക്കൺ നമ്പർ. 99ാമത്തെ ആളായിട്ടാണ് സാറിന് വാക്സിൻ ലഭിച്ചത്. അമ്മയ്ക്ക് ഇത് കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. സാറിന്റെ അടുത്തുണ്ടായിരുന്ന മറ്റൊരാളുടെ നമ്പർ എത്രയാന്നാ പറഞ്ഞേ? സാറിന് കണ്ട ഒരാൾക്ക് അടുത്തായിരിക്കില്ല അല്ലെ, 9 എന്നാ പറഞ്ഞ. അപ്പൊ 9 കഴിഞ്ഞ എത്രയോ കഴിഞ്ഞിട്ടല്ലേ 99 വരുന്നേ. അപ്പൊ സാറിന് കണ്ട ഒരാളുടെ നമ്പർ 9 ആയിരുന്നു. അവരുടെ തൊട്ടടുത്തുള്ള നമ്പർ 10. ആ നമ്പേഴ്സ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. 9, 10. സാറിൻ്റെത് 99 ആണെങ്കിൽ അമ്മയുടേത് അത് കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഇവിടത്തെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? 9ഉം 10ഉം 99ഉം 100ഉം. 9 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യ അല്ല, സോറി, ഏറ്റവും വലിയ ഒരക്ക സംഖ്യയാണ് അല്ലെ. ബിഗ്ഗസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ആണ് 9. ആ 9നോട് 1 കൂട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടും? സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ കിട്ടും. ചെറിയ 2 അക്ക സംഖ്യ കിട്ടും. അതേസമയം 99 എന്താണ്? 99 വലിയ 2 അക്ക സംഖ്യയാണ് അല്ലെ. ബിഗ്ഗസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആണ്. അതിനോട് 1 കൂട്ടിയപ്പോ എന്ത് കിട്ടി? സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ കിട്ടി അല്ലെ. ചെറിയ 3 അക്ക സംഖ്യ കിട്ടി. അപ്പൊ മറ്റൊന്ന് നമ്മൾ നോക്കാൻ പോവാം. അപ്പൊ 1 9 ആയി, 2 9 ആയി, 3 9. എന്താ? 999. 900 എന്ന് പറഞ്ഞാൽ 1000 ആണോ? അല്ല, നമുക്കറിയാം അല്ലെ, 1000 ആയിട്ടില്ല. നമ്മളെ 800 ഇപ്പൊ എന്താ? 100, 200, 300, 400, 500, 600, 700. 800 കഴിഞ്ഞാൽ പിന്നെ 900 എന്നാണ് പറയാ. പക്ഷെ അത് 9ഉം 2 0ഉമാണ്. 1000 ആയിട്ടില്ല. ആ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ 999 എന്ന് പറയുന്നത് ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ്. അതിനോട് 1 കൂട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടും? അതെ, നമ്മുടെ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ആയിട്ടുള്ള 1000. ഈ 1000നെ കുറിച്ച് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ 4 അക്ക സംഖ്യകൾക്കൊപ്പം വിത്ത് 4 ഡിജിറ്റ് നമ്പേഴ്സ്. അതിലെ ഫസ്റ്റത്തെ പ്രവർത്തനം വിദ്യാലയത്തിലേക്ക് എന്നുള്ളതാ. അപ്പൊ വേനലവധി കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കാനായപ്പോ റീനയും അച്ഛനും സാധനങ്ങൾ വാങ്ങാൻ സ്കൂൾ ബസാറിൽ പോയി. അപ്പൊ അവിടെ പോയപ്പോ 250 രൂപ വിലയുള്ള കുടയും 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങളും 700 രൂപ വിലയുള്ള ഉടുപ്പും വാങ്ങിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ആകെ എത്ര രൂപയായി എന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം? ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ സാറിന്റെ കൂടെ മെല്ലെ പോവാം. എന്നിട്ട് ആ ഒരു പ്രവർത്തനത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞ കണക്കിൽ നമുക്ക് 2 300 രൂപ കൂട്ടിയിട്ട് 600 രൂപ കിട്ടി അല്ലെ. ഫസ്റ്റ് അതും വിദ്യാലയത്തിലേക്ക് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ അല്ല, എങ്കിലും നമുക്കത് നോക്കാം. 600. അപ്പൊ 600 രൂപയോട് വീണ്ടും 150 രൂപയുടെ ഒരു സാധനം വാങ്ങിയപ്പോ 150ഉം കൂടി കൂട്ടി. 150ഉം കൂടി കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടും? 750. ആ 750നോട് 250ഉം കൂടി കൂട്ടിയപ്പോഴാണ് നമ്മുടെ 1000 എന്നുള്ള സംഖ്യ കിട്ടിയത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യത്തില് 250 രൂപ വിലയുള്ള കുട. അപ്പൊ ഒരു കുടയാണ് 250.
10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകം. 5 നോട്ടിലും 10 രൂപയാണ്. അപ്പൊ അങ്ങനത്തെ 5 10 എണ്ണം അല്ലെ, 10, 20, 30, 40, 50. അപ്പൊ 5 നോട്ട് ബുക്കിനും കൂടി 50 രൂപ. അപ്പൊ നമുക്കറിയാം 250നോട് 50 കൂട്ടുമ്പോ എത്രയായി? 300 രൂപ. അപ്പൊ കുടയ്ക്കും പുസ്തകങ്ങൾക്കും കൂടി 300 രൂപയായി. പിന്നെ എന്താ വാങ്ങിയത്? 700 രൂപ വിലയുള്ള ഉടുപ്പ് വാങ്ങിച്ചു. അപ്പൊ ഈ 700 300 കൂടി ആകെ എത്ര രൂപയായി? ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ആകെ എത്ര രൂപയായി? 1000 രൂപ. ഫസ്റ്റത്തെ ചോദ്യം, അതും 1000 രൂപ. അപ്പൊ സാറിന് കിട്ടിയതും 1000 രൂപ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ അച്ഛന്റെ കയ്യിൽ ഉള്ളതൊക്കെ 100 രൂപയാണെന്ന് പറഞ്ഞു. 100 രൂപയുടെ നോട്ടുകളാണ് അച്ഛന്റെ കയ്യിലുള്ളത്. അപ്പൊ 1000 രൂപയാവാൻ നമ്മൾ 100 രൂപയുടെ എത്ര നോട്ടുകൾ കൊടുക്കണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും സെയിം ചോദ്യം തന്നെയാണല്ലേ. എത്ര കൊടുക്കണം? 1000 രൂപയാവാൻ നോക്കൂ, 100, 200, 300, 400, 500, 600, 700, 800, 900, 1000. എത്ര എണ്ണം കൊടുത്തു? 10 100 കൊടുത്തു അല്ലെ. 10 100 എന്ത്? 1000. വളരെ സിമ്പിൾ അല്ലേ? കാരണം നമുക്കറിയാം, നമ്മളിപ്പോ 0 അവസാനം വരുന്ന സംഖ്യകൾ ഗുണിക്കുകയാണെങ്കിൽ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ, ഇപ്പൊ 100 × 10, 100നോട് ഒരു 0 കൂടി ചേർന്നാലല്ലേ 1000 വരുന്നത്. അപ്പൊ 10 കൊണ്ട് ഗുണിച്ചാൽ മതി നമുക്കറിയാം. അപ്പൊ എത്ര എണ്ണം കൊടുക്കണം? 10 എണ്ണം. അപ്പൊ അത് ആ കള്ളിയിൽ നിങ്ങൾക്ക് എഴുതാട്ടോ, ടെക്സ്റ്റ് ബുക്കിലുള്ള കള്ളിയില്. ഇനി നമ്മള് സാർ എന്ത് ചെയ്തു? അത് ടെക്സ്റ്റിലുള്ള ചോദ്യമല്ല, 10 രൂപയാക്കി. 10 രൂപയാക്കിയപ്പോൾ ഇവിടെ 10 എണ്ണം തന്നെ കാണുന്നുണ്ട് അല്ലെ. 10 എണ്ണം ആണോ അത്? നോക്കി നോക്കൂ. 10 എണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയേ കിട്ടുള്ളൂ? 10 10 100 10 രൂപയുടെ 10 എണ്ണം 100 കിട്ടുള്ളൂ. അവിടെ ഓരോന്നും ഇപ്പൊ ഈ ഫസ്റ്റിലുള്ള 1 എന്ന് പറയുന്നത് എന്താണ്? 10 രൂപയുടെ ഒരു അട്ടിയാണ്. കണ്ടോ, റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കെട്ടി വെച്ചിരിക്കുക. 10 രൂപയുടെ അട്ടി. അപ്പൊ 10 എന്ന് പറയുമ്പോ ആ ഒറ്റ ഒന്നിൽ തന്നെ എത്രയായി? 100 രൂപയായി. അങ്ങനെ വീണ്ടും നമുക്ക് 100, 200, 300, 400, 500, 600, 700, 800, 900, 1000. അങ്ങനെ 1000 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതിൽ തന്നെ 10 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തതിൽ 10, 20, 30, 40, 50, 60, 70, 80, 90, 100. 100 10 രൂപയുടെ നോട്ട്. 10 രൂപയുടെ നോട്ടാണെങ്കിൽ 100 എണ്ണം വേണ്ടി വരും. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ? 1000 രൂപ ആവുകയുള്ളൂ. ടെക്സ്റ്റ് ബുക്കില് 500 രൂപയുടെ നോട്ടാണെങ്കിൽ, 500 ആണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? വളരെ സിമ്പിൾ അല്ലെ, 2 എണ്ണം കൊടുത്താൽ മതി 1000 ആവാൻ. ഇനി നോക്കൂ, കയ്യിലുള്ളത് 1000 രൂപ നോട്ടുകളാണെങ്കിലോ? അപ്പൊ ഒരു നോട്ട് കൊടുത്താൽ പോരെ? 1 കൊടുത്താൽ മതി. അപ്പോ പിന്നെ നമ്മൾ നോക്കൂ, ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു ചോദ്യമുണ്ട്. റീനയ്ക്ക് 500 രൂപ വിലയുള്ള ഒരു ബാഗും കൂടി വാങ്ങി എന്ന് പറയുന്നുണ്ട്. 500 രൂപയുള്ള ബാഗും കൂടി വാങ്ങുമ്പോ ആകെ എത്ര രൂപ കൊടുക്കണം? 1500 രൂപയാവും അല്ലെ. ഈ 1000നോട് 500 കൂടി കൂട്ടി 1500 രൂപ കൊടുക്കണം. അപ്പോ കടയിൽ കൊടുത്തത് 1000 രൂപയുടെയും 100 രൂപയുടെയും നോട്ടുകളാണെങ്കിൽ ഓരോന്നും എത്ര വീതമായിരിക്കും? 1500 അല്ലേ. അപ്പൊ 1000 രൂപേന്റെ ഒരു നോട്ട് കൊടുത്താൽ 1000 ആയി. 100 രൂപേന്റെ എത്ര നോട്ടും കൂടി കൊടുക്കണം? ഇനി 500 അല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ 5 നോട്ടും കൂടി കൊടുത്താൽ മതി. അപ്പൊ 500 നോട്ട്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഫസ്റ്റത്തെ പ്രവർത്തനം നമ്മൾ ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഈ ഒരു ചോദ്യവും ഉത്തരവും ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ചോദ്യവും ഞാൻ പറഞ്ഞു തന്ന ഉത്തരങ്ങളും നോട്ടിലേക്ക് എഴുതിയെടുക്കുക. നമ്മുടെ ഫസ്റ്റത്തെ വിദ്യാലയത്തിലേക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന പ്രവർത്തനമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് ആശയങ്ങൾ നോട്ടായിട്ട് നമുക്ക് എഴുതി വെക്കാം. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായത്? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് 1000. 1000ൽ 10 നൂറുകൾ ഉണ്ട്. 100 10കൾ ചേർന്നതാണ് 1000. പിന്നെ ഒന്നിന്റെ കാര്യം പറഞ്ഞു അല്ലെ, നമ്മൾ 1 രൂപയുടെ നോട്ടാണിത്. അങ്ങനത്തെ എത്ര ഒന്ന് ചേർന്നാലും 1000 ആവുക? അപ്പൊ നമ്മള് 10 രൂപ ആക്കണം എന്ന് വിചാരിച്ചോ. 1 രൂപേന്റെ ചില്ലറ വെച്ച് നമുക്ക് 10 രൂപ കിട്ടണമെങ്കിൽ എത്ര ചില്ലറ വേണം? 10 ചില്ലറ വേണം. 100 രൂപയാണെങ്കിൽ 100 ചില്ലറ വേണം. 1 രൂപയുടേതാണ്. അങ്ങനെയാണെങ്കിൽ 1000 ആവണമെങ്കിലോ 1000 ചില്ലറ വേണം. അപ്പൊ 1000 ഒന്നുകൾ ചേർന്നതാണ് 1000. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായി. അപ്പൊ നമ്മള് 1000 എന്ന 4 അക്ക സംഖ്യയെ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെട്ടു. അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷിലുള്ള റൈറ്റിംഗ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. റിയലി സോറി. അപ്പൊ ഞാനത് കമന്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ ഇംഗ്ലീഷ് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ഞാൻ നമ്മുടെ കൊച്ചുകൂട്ടുകാർ ഹായ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഷിഫാനയ്ക്ക് ബിഗ് ഹായ്.
നിയയ്ക്ക് ബിഗ് ഹായ്, ഷഹ്മ ഷിഫിക്ക് ബിഗ് ഹായ്, റിഫ റിനുവിന് ബിഗ് ഹായ്, ഷിഫിന് ബിഗ് ഹായ്, ജുവാന എലിസബത്തിന് ബിഗ് ഹായ്, റിദ ഫാത്തിമ PK ബിഗ് ഹായ്. ആൻഡ് പേര് തന്നിട്ടില്ല, സാബിത സനൽ എന്നാണ് അവിടെ ഉള്ളത്. അപ്പൊ സാബിത സനലിന് ബിഗ് ഹായ്. ആൻഡ് വീണ വിനോദിന് ബിഗ് ഹായ്. ദെൻ രാജേശ്വരിക്ക് ബിഗ് ഹായ്, ഷെഹിന് ബിഗ് ഹായ്, ഹംന ഷെറിന് ബിഗ് ഹായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും കമന്റ് ബോക്സ് നോക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.